Praise the Lord. Hallelujah. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ ഫെലോഷിപ്പിൻ ഇന്ത്യ ദേവസഭ യൂത്ത് ഫെലോഷിപ്പിൻ്റെയും മീനാറകുന്ന് ചർച്ചിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മദ്യവിരുദ്ധ വാഹന റാലിയും ഈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന വ്യാപാര വ്യവസായി സഹോദരങ്ങൾ, ഡ്രൈവേഴ്സ് യൂണിയന്റെ സഹോദരങ്ങൾ, മറ്റ് പ്രിയപ്പെട്ടവർ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും വേഗം യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനം. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിക്കുന്നതിന് വേണ്ടി മണിയമ്മാവെ ക്ഷണിച്ചുകൊള്ളാം. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും വിലയേറിയതുമായ സന്ധ്യയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മുന്നിലാതെ ഞങ്ങൾ ഹല്ലേലൂയ കർത്താവേ നിന്റെ തിരുവചനമായി ഈ ദേശത്ത് കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവേ, പ്രാർത്ഥന ഈ സുവിശേഷം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദാസന്മാർ അതിനായി ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, ദേശത്തെ ഒരു വിടുതലായി തീരുമാനമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അല്പസമയം നമുക്ക് ചില ആത്മീയ ഗാനങ്ങൾ ശ്രദ്ധിക്കാം.
അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയെറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയെറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയെറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയെറുതാ കടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. കോട്ട ചുറ്റി നടന്നു 7 വട്ടം നടന്നു. കോട്ട ചുറ്റി നടന്നു 7 വട്ടം നടന്നു. 7 വട്ടം ഓടിയപ്പോൾ കോട്ട മതിൽ തകർന്നു. അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയെറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയെറുതാ കടക്കണ ഗോലിയാത്ത്. ദൈവവചന സന്ദേശത്തിനായി കർത്താവിൽ പ്രിയ കർത്തൃദാസൻ പാസ്റ്റർ സന്ദീപൻ ടി അവറുകളെ ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ മഹത്വമേറിയ നാമം സന്ധിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശബ്ദസീമയിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാ നല്ലവരാകുന്ന ആളുകളുടെയും ശ്രദ്ധയെ ഒരല്പസമയം ഞങ്ങൾ ശ്രമിക്കുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ അതിശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് സുവിശേഷം. സുവിശേഷം എന്നാൽ എന്ത്? ഗുഡ് ന്യൂസ്. ഇന്നത്തെ ഈ കാലഘട്ടങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, പത്രവാർത്താ മാധ്യമങ്ങൾ വിശദമായി പഠിക്കുമ്പോൾ മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള അനവധമാകുന്ന സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം ഈ അടിക്കടിയായി കടന്നു വരുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ മനസ്സിന്റെ മനസാക്ഷിയെ അതിദാരുണമായി വിഷമസങ്കീർണമാകുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ,
സ്ത്രീ പീഡനങ്ങൾ, കുടുംബ കോടതികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു, വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അനേക കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മഹത്വമേറിയ വചനം ഒരല്പസമയം സംസാരിക്കുവാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ കപ്പലാണ് ടൈറ്റാനിക്. അതിൻ്റെ ഉയരം 11 നില കെട്ടിടത്തോട് സമം. 46,378 ടൺ ഭാരം കപ്പലിനുണ്ട്. ഏകദേശം 6,000 പേർക്ക് ഇരുന്ന് ആഹാരം കഴിക്കത്തക്കവണ്ണം ഒരു വലിയ ഡൈനിങ് ഹാള് തന്നെ ഈ കപ്പലിനകത്തുണ്ടായിരുന്നു. 55,000 കുതിരകളുടെ ശക്തി ഈ കപ്പലിനുണ്ടായിരുന്നു. ഇതെല്ലാം ഈ കപ്പലിൻ്റെ പ്രൗഢിയെ വിളിച്ചറിയിക്കുമ്പോൾ 1912 ഏപ്രിൽ മാസം 10-ാം തീയതി ഇംഗ്ലണ്ടിൽ നിന്നും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഈ കപ്പലിൻ്റെ പ്രഥമ യാത്ര ആരംഭിച്ചു. ഒരിക്കലും മുങ്ങില്ല എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കപ്പലിൻ്റെ ജൈത്രയാത്ര ആരംഭിക്കുവാനിടയായി. 1912 14 ഞായർ ഒരു അറിയിപ്പ് കപ്പലിനകത്തുള്ള ആളുകൾക്ക് ലഭിക്കുവാനിടയായി. കപ്പലിൻ്റെ പ്രഥമ പാതയിൽ കൂടെ ഒഴുകി നടക്കുന്ന ഒരു കൂറ്റൻ മഞ്ഞുമലയെക്കുറിച്ചുള്ള അറിയിപ്പ് കപ്പലിൻ്റെ അധികാരികളിലേക്ക് എത്തുവാനിടയായി. എന്നാൽ അവർ ഒരിക്കലും മുങ്ങുകയില്ല, എത്ര വലിയ മഞ്ഞുമലയാണെങ്കിലും അതിനെ തകർത്തുകൊണ്ട് പോകുമെന്ന് ഹൃദയത്തിനകത്ത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കപ്പലിൻ്റെ യാത്ര മുമ്പോട്ട് പോകുവാനിടയായി. വീണ്ടും ഒരു മുന്നറിയിപ്പൂടെ ലഭിക്കുവാനിടയായി. കപ്പലിനകത്തുള്ള ആളുകൾ അതും ഗമനിക്കാതെ കപ്പലിൻ്റെ യാത്ര മുന്നോട്ട് നയിക്കുവാനിടയായി. എന്നാൽ രാത്രി 11 മണിയോടുകൂടെ വീണ്ടും ഒരറിയിപ്പ്, ഇതാ ഒരു കൂറ്റൻ മഞ്ഞുമല കപ്പലിൻ്റെ പ്രഥമ പാതയിലൂടെ ഒഴുകി നടക്കുന്നു. എന്നാൽ മുമ്പോട്ട് ആ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് കപ്പലിൻ്റെ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ കപ്പൽ ചെന്ന് ആ കൂറ്റൻ മഞ്ഞുമലയിലേക്ക് ഇടിച്ച് 4000 അടി താഴ്ചയിലേക്ക് ഈ കപ്പൽ തകർന്നു പോകുവാനിടയായി. അതൊരു മുന്നറിയിപ്പായിരുന്നു. ഈ സായം സന്ധ്യയിൽ ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ തന്നെ ഒരു മുന്നറിയിപ്പാണ്. സുവിശേഷം എന്താണ്? സുവിശേഷം, സുവിശേഷത്തിനകത്ത് ഒരു ജനനമുണ്ട്, സുവിശേഷത്തിനകത്ത് ഒരു മരണമുണ്ട്, സുവിശേഷത്തിനകത്ത് ഒരു ഉയർപ്പുണ്ട്. ഇത് വിശദീകരിക്കുവാൻ സമയമില്ല. എന്നാൽ ലളിതമാകുന്ന രീതിയിൽ യേശുക്രിസ്തുവിന്റെ ജനനം, പാപത്തിൽ കിടന്നിരുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തന്റെ പൊന്നോമന പുത്രനാകുന്ന ക്രിസ്തുവിനെ തന്റെ പിതാവാകുന്ന ദൈവം ഈ ഭൂമിയിലേക്ക് നൽകുവാനിടയായി. മനുഷ്യന്റെ പാപം വഹിച്ചുകൊണ്ട്, മനുഷ്യന്റെ രോഗം വഹിച്ചുകൊണ്ട് കാൽവറിയുടെ ഉന്നതങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു മരിക്കുവാനിടയായി. ഈ ലോകത്തിൽ വിവിധയിടങ്ങളിൽ അനേക മഹാന്മാരുടെ കല്ലറകൾക്ക് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവർ ഇവിടെ വിശ്രമം കൊണ്ടിരിക്കുകയാ. എന്നാൽ പാലസ്തീൻ മണ്ണിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പാപത്തിൽ കിടന്നിരുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ
പാപത്തിൽ കിടന്നിരുന്ന മാനവരാശിയെ രക്ഷിക്കേണ്ടതിന് വേണ്ടി തന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നു. ഏദൻ പർദീസയിൽ ചെയ്ത പാപത്തിന്റെ അനന്തരഫലമായി ഈ ലോകത്തിനകത്തേക്ക് മരണം കടന്നു വന്നു. കഷ്ടതകൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ ഈ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നപ്പോൾ വിശുദ്ധ ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു, മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. പാപത്തിന്റെ പിടികുഴി കിടത്തിരിക്കുന്ന മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് അനേക ആളുകൾ അനേക പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ സമാധാനം കണ്ടെത്തുവാൻ, ഏതെങ്കിലും രീതിയിൽ സന്തോഷം കണ്ടെത്തുവാൻ വിവിധ സ്ഥലങ്ങളിലേക്ക് നടക്കുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് ഈ രാത്രികാലം ഈ ശബ്ദ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്നു, മറ്റൊരുത്തരെ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഉലകത്തിന് കീഴിൽ ആകാശത്തിന് മധ്യത്തിൽ ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഈ ദേശത്തിലെ സകല ദേശനിവാസികളെയും വളരെ ആദരവോടുകൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ സമയം അത്രയും ഞങ്ങളുടെ ഈ സുവിശേഷ യാത്രയെ ശ്രമിച്ച ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ശ്രോതാക്കൾക്കും ദീപനഘോഷ ഫെലോഷിപ്പിൻ്റെ ഇന്ത്യ യൂത്ത് ഫെലോഷിപ്പിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. വീണ്ടും ഒരു ഗാനം കൂടി നമുക്ക് ശ്രമിക്കാം. വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം യേശുവിനെ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം നീട്ടിയെടുത്തടച്ച് ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. തിരുക്കരം നീട്ടിയെടുത്തടച്ച് ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. വാഴ്ത്തുമേ വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ.
വീശുന്നതാ പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ പഴിദൂഷി നിന്നാനിരുക്കങ്ങളിൽ നിന്ന് സുഗന്ധമായി മാറ്റിടണേ പഴിദൂഷി നിന്നാനിരുക്കങ്ങളിൽ നിന്ന് സുഗന്ധമായി മാറ്റിടണേ വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ വാഴ്ത്തുമേ ഞാൻ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ ഈ സമയം വരെയും ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടിയുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഈ പരസ്യയോഗം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതിന് വേണ്ടി പ്രിയ തങ്കച്ചൻ പാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സന്ധ്യയ്ക്കായി ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൽ ആഗ്രഹിച്ച് തീരുമാനിച്ചതുപോലെ പെന്തക്കോസ്ത് പൗരോഹിത്യ ദൈവസഭയുടെ ആഭിമുഖ്യത്തിലും മീനാറങ്ങുന്ന ദൈവസഭയുടെ ആഭിമുഖ്യത്തിലും നടത്തപ്പെടുന്ന ഈ മധ്യവിരുദ്ധ ശുശ്രൂഷകളും അതുപോലൊപ്പമായി സുവിശേഷരായി നടത്തുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഈ സന്ധ്യാസമയത്ത് ഈ പട്ടണ പ്രദേശത്ത് കടന്നു വരുവാനും ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുടെ മഹത്വമുള്ള വെളിച്ചം പകർന്നു കൊടുക്കുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ ഞങ്ങൾക്കൊരുക്കിയ കൃപകൾക്കായി നന്ദി പറയുന്നു. ശുശ്രൂഷിച്ച ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. നല്ല ഗാനങ്ങളൊക്കെ ആലോചിക്കുവാനിടയായി ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ താലന്തുകളെ പരിശോധിക്കപ്പെടുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ഈ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ ദൈവവചനം ശ്രവിക്കപ്പെട്ട സകല പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുകയാണ്. ഇവിടെ നടക്കുന്ന വ്യാപാരികളെയും ഞങ്ങൾ ഓർക്കുന്നു. ഈ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഇന്ന് പകൽ ഈ സന്ധ്യാസമയത്ത് ദേശത്തിന് വേണ്ടി അരുളപ്പാട് നൽകുവാൻ ദൈവിക വചനത്തിൻ്റെ മാറ്റ് ഇവിടെ ഉരയ്ക്കുവാൻ ദൈവം ഇടയാക്കിയതിനായി നന്ദി പറയുന്നു. ചിലർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടുവാൻ ഇടയാകുമാറാകണം. സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യരാശിയുടെ അന്തരീക്ഷ ഭാഗങ്ങളൊക്കെ കർത്താവെ കിടിലം കൊള്ളുമ്പോൾ ദൈവ സമാധാനമില്ല, എവിടെ സമാധാനമെന്ന് മനുഷ്യരാശി ചിന്തിക്കുമ്പോൾ ആർക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്നതുപോലെയല്ല. ഈ സന്ധ്യാസമയത്ത് കേട്ട വചനത്തിനു മുമ്പിൽ ചിലർക്ക് വിടുതലുണ്ടാകണമേ, ചില രോഗിക്ക് സൗഖ്യം കൊടുക്കണം. ഹൃദയഭാരത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സമാധാനം നഷ്ടപ്പെട്ടവർ, അനേക മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, അനേക കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ, ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ യാത്ര എത്രയോ ഭയാനകമാണ്. കർത്താവേ, ഈ രാത്രി ഈ സന്ധ്യാസമയം ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ദേശത്തോട് ഘോഷിച്ചിട്ടുണ്ട്. അത് ചില പ്രിയപ്പെട്ടവർ പ്രയോജനപ്പെടുവാൻ ഇടയാകുമാറാകണമേ. ദൈവത്തിൻ്റെ കരം കൊണ്ടിരുന്നാട്ടെ. കർത്താവെ, ഞങ്ങൾ ഇവിടുന്ന് ഇന്ന് ഈ സന്ധ്യാസമയത്ത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത കൃപ കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. നന്ദി സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.